ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹാപ്പി ഡേ ആണ്, സൺഡേ ആണ്. ഹാപ്പി ഡേ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമല്ല, എല്ലാ ദിവസവും ഹാപ്പി ഡേ തന്നെയാണ്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റുട്ടീൻ ഉണ്ടല്ലോ. രാവിലെ എണീക്കുക, ചോറ് വയ്ക്കുക, ചായ വയ്ക്കുക, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പറയുന്ന ഒരു റുട്ടീന് നമ്മൾ അന്ന് മാറും. കാരണം ഇന്ന് രാവിലെ വേറെ റുട്ടീനാണ്. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുട്ടീൻ വേറെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ചേട്ടൻ വല്ല അണ്ടിപ്പരിപ്പ് കസ്കസ് അതൊക്കെ ചേർത്തിട്ടുള്ള ചെറിയ പഴമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്മൂത്തി, അതൊരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരു ചെറിയ സ്മൂത്തിയോ അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ഒരു മുട്ട പുഴുങ്ങിയത്, ഇതെല്ലാം കഴിച്ചിട്ടാണ് ഏട്ടൻ കളിക്കാനായിട്ട് പോകും. അപ്പൊ പിന്നെ നമുക്ക് ഏട്ടൻ വരുന്നത് ഒരു 9:30 10 മണി 10:30 ഉള്ളിലാണ് ഏട്ടൻ എത്തുക. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അത്രയും സമയം നമുക്ക് വേറെ പണികളൊന്നുമില്ല. നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാം, അങ്ങനെയുള്ള നമ്മുടെ സാധാരണ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. നമുക്ക് ധൃതി പിടിച്ച് 8 മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി പാത്രത്തിലാക്കി ഏട്ടനെ പറഞ്ഞയക്കണം എന്നുള്ള ആ ഒരു സ്ട്രെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ ഉച്ചക്കലേക്ക് ലഞ്ച് എന്തെങ്കിലും റെഡിയാക്കും. ചില സൺഡേസിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാം. നമുക്കൊരു വീട്ടിൽ ചില്ല് ഔട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, നമുക്ക് വീട്ടിൽ തന്നെ ചില്ല് ഔട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് നമ്മൾ സൺഡേ അങ്ങനെ അങ്ങ് നമ്മളുടെ അങ്ങ് പോകും. പിന്നെ ഏട്ടുണ്ടെങ്കിൽ ഏത് നേരം ഫുൾ ടൈം ഏട്ടൻ്റെ എന്റർടൈൻമെന്റ് ചില നമ്മള് ഇതൊക്കെ ഫുൾ റെസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഫുൾ ട്രാവല് അതൊക്കെ സാറ്റർഡേ വരെ എല്ലാം അങ്ങനെ ഓടി നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ആൾക്ക് ഫുള്ള് എന്തെങ്കിലും റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഷറൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അപ്പൊ അങ്ങനെയൊക്കെ ആൾക്ക് ഓഫീസ് പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കൊന്ന് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആള് പറയാം നമുക്കൊന്ന് കിടക്കണം, ഉറങ്ങണം എന്നൊക്കെ. ടി വിക്കും ടി വി വെച്ച് കഴിഞ്ഞാൽ വാർത്ത കാണി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണി. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ആളുടെ മനസ്സിൽ ഏറ്റവും ബെസ്റ്റ് നിൽക്കുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് കഴിഞ്ഞേ ഉള്ളൂ ലൈഫിൽ എന്തോ. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ സംബന്ധിച്ച് ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരാള് ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു ആളാണ്. ഒരു ക്രിക്കറ്റിന്റെ ഒരു വലിയ ലോകത്തേക്ക് എത്തുന്ന ആളായിരുന്നു. ആളെ പെട്ടെന്ന് ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു ഭാഗ്യക്കേട് കൊണ്ട്, ആളുടെ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ആള് പോയിട്ടുള്ള ആളാണ്. അപ്പൊ അതൊരു ആളുടെ മനസ്സിൽ ഇങ്ങനെ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ KP എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്ന് ആള് വിട്ടു പോയിട്ടുള്ള അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ക്രിക്കറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എപ്പോഴും ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ്. അപ്പൊ പിന്നെ അത് ഇരിക്കട്ടെ. പിന്നെ എനിക്ക് ചെറിയ സിനിമകൾ എന്തെങ്കിലും പുതിയതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണണം എന്ന് പറയും. പിന്നെ അതുപോലെ ഞങ്ങള് ഒന്നോ രണ്ടോ ഒരു സീരിയൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ അത് കാണാം. ആ സീരിയലിന്റെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മീൻസ് കാണാം, ചില ഭാഗങ്ങൾ നമുക്ക് കാണാം എന്ന് തോന്നുന്ന ചില ഭാഗങ്ങൾ, അല്ലാണ്ട് ഫുൾ ടൈം ആ ഒരു സീരിയലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയോ ആ സീരിയലിന്റെ സമയത്തിന് വേണ്ടിയില്ല. നമുക്ക് ചില ഭാഗങ്ങൾ കാണുമ്പോൾ ആ സമയം ഇന്ന സമയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് കാണണം. അപ്പൊ അതാണ് നമ്മൾ കാണുന്ന സീരിയലുകൾ. ഒന്ന് മധുര നൊമ്പരക്കാറ്റും ഒന്ന് മാംഗല്യമാണ്. ഈ രണ്ട് സീരിയലുകളുടെയും അഭിനയം കഥകളൊക്കെ എല്ലാം ഇതന്നെകളും അഭിനയവും കുറച്ച് വ്യത്യസ്തതയുള്ളത് നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിനിമ കാണാന്നുള്ളത്. പിന്നെ സിനിമ കാണാൻ എമ്പുരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങള് എമ്പുരാന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ അത് കാണാനുള്ള ത്രില്ലിലാണ് ഞങ്ങൾ ഇരിക്കണത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഒന്നും കിട്ടിയില്ല. അപ്പൊ എമ്പുരാനുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ എമ്പുരാൻ നമ്മള് തകർക്കും, അടിപൊളിയാക്കും, നമ്മൾ അടിച്ചു പൊളിക്കും എമ്പുരാൻ. അപ്പൊ അതിന്റെ ഒരു പൊളിപ്പടാണ്, നല്ല അടിപൊളിപ്പടാണെന്നുള്ള നമുക്കുള്ള ഫീലിങ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലൂസിഫർ ഇതേപോലെ ആയിരുന്നു. നമ്മൾ ലൂസിഫർ വന്നപ്പോ ആദ്യം നമുക്ക് ടിക്കറ്റ് ഒന്നും അങ്ങനെ ബുക്ക് ചെയ്ത് പോകണം നമുക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെയാണ് മനസ്സിലായത് നല്ല പടമാണ് എന്നൊക്കെ വന്നപ്പോഴേക്കും ടിക്കറ്റ് കിട്ടാനില്ല, എവിടെയും ടിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങള് ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ചു. അങ്ങനെയാണ് നമ്മൾ സിനിമ കാണാൻ തീരുമാനം. പിന്നെയാണ് നമ്മൾ സിനിമ കാണാനായിട്ട് പോയത്. ഒരു ഇടദിവസമൊക്കെ ആയിരുന്നു. ഞാൻ, അമ്മ, ചേട്ടൻ
അങ്ങനെയാണ് ഞങ്ങൾ സിനിമ കാണാനൊക്കെ ആയിട്ട് പോയത്. നല്ല പടമായിരുന്നു. അപ്പൊ ലൂസിഫർ പിന്നെ ടി വിയിൽ വരുമ്പോൾ ഒരിക്കലും ഇടാതെ ഞങ്ങള് കണ്ടത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. ചേട്ടൻ കാണുന്നതാണ് വെള്ളിമുങ്ങ, ലൂസിഫർ, ഇങ്ങനെയുള്ള ചില പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പഴയ പടങ്ങളൊക്കെ വരുമല്ലോ, നമ്മുടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അല്ല അതൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇല്ല, പിന്നെ എനിക്ക് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ അടിച്ചുവാരി തുടച്ചതെല്ലാം ആയതുകൊണ്ട് ഇന്ന് എനിക്കിപ്പോ രാവിലെ തന്നെ അടിച്ചുവാരി തുടയ്ക്കുന്നില്ല ഞാൻ. വിളക്ക് എല്ലാം കഴുകി വെച്ചു, പിന്നെ വിളക്കൊക്കെ കൊളുത്തി വെച്ചുല്ലോ. പിന്നെ ഇനിയിപ്പോ 7:30 ഇപ്പൊ ഞങ്ങൾ വിളക്കണച്ചു. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. ഒരു ആളുണ്ട് വർത്താനം പറയാ, എനിക്ക് സംസാരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇപ്പൊ ഓരോരോ വിശേഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോ വൈകിട്ട് ഇനി മഴയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇനി പുറത്തു പോകുന്നുണ്ടോ ഇല്ലേന്നോ നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഈ സൺഡേ ഇപ്പൊ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇനി ഉച്ചയ്ക്ക് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോ പറയാ. അപ്പൊ 10 മണി 10:30 ആകുമ്പോഴേക്ക് എത്തുമല്ലോ. അപ്പോഴാണ് പറയാ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന്. അപ്പോഴേക്കും ഞാൻ മരിച്ചു പണിയെടുക്കൂട്ടാ. ഭക്ഷണം ഉണ്ടാക്കി വെക്കും. ഞങ്ങള് ചോറും കറികളും, ചോറും ഇപ്പൊ നമ്മൾ ലഞ്ച് നമ്മളെപ്പോഴും വീട്ടിൽ കുറച്ച് ചോറും ഒരു കൂട്ടാനെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കും, നിർബന്ധമായിട്ടും ഉണ്ടാക്കി വെക്കും. നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ടാക്കി വെക്കൂട്ടോ വീട്ടില്. അത് ഞങ്ങൾ മസ്റ്റാണ്. അപ്പം ഫ്രിഡ്ജ് ഇപ്പൊ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ചോറാണെങ്കിലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചൂറ്റിട്ട് നമ്മൾ കഴിക്കും. അല്ലാതെ അങ്ങനെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാതെ അടച്ചു പൂട്ടിയിട്ടിരിക്കും. ഇപ്പൊ ഒരു കല്യാണത്തിന് പോയാലും നമ്മുടെ വീട്ടിൽ ചോറുണ്ടായിരിക്കും. ചോറും കറികളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നാളെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കറികളിൽ കുറച്ച് നമ്മൾ എന്തായാലും ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കും നാളേക്ക്, വെക്കുന്നില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒറ്റ ഭക്ഷണം ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. ടേസ്റ്റിൽ കഴിക്കണം എന്ന് തോന്നുന്നവർ തന്നെയാണ്. പിന്നെ നമുക്ക് പിന്നെ മീൻ വറുത്തത് ഉണ്ടാവും, പുളിങ്കറിയും മീൻ വറുത്തതും അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇന്ന് ഹാപ്പി ഡേ, ഹാപ്പി സൺഡേ. ഹാപ്പി സൺഡേ, ഹാപ്പി സൺഡേ. കോഴികളൊക്കെ കൂവുന്നുണ്ട്. നന്നായിട്ട് കോഴി റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഏട്ടൻ പോവാനായിട്ട് ഇപ്പൊ റെഡിയായി കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോ ഓരോരോ വിശേഷങ്ങളാണ്. അപ്പൊ പോയിട്ടേ ഉള്ളൂ ഏട്ടൻ. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് ഉള്ളത്. അപ്പൊ ഞാനേ കുറച്ച് ക്ലിപ്പൊക്കെ വെറുതെ രാവിലെ നടക്കുന്നതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാട്ടോ നിങ്ങളെ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കാണൂ കേട്ടോ, വെറുതെ കുറച്ച്. ബൈ.